എവിടെ പോന്നു? എവിടെ പോന്നു? എവിടെ? ഞാൻ പറഞ്ഞില്ലേ പോന്നു. അങ്ങനെ പോയാൽ പറ്റത്തില്ല. ശരിയാവും. അതൊക്കെ സംസാരിക്കും. രാത്രി പോവണ്ടേ? പിന്നെ മുത്ത നീ നിന്റെ അച്ഛനും അമ്മയെ കൂട്ടിട്ട് അങ്ങനെ പോയാലെങ്ങനെ? പിന്നെ അച്ഛനും അമ്മയും കൂടെ കൊണ്ട് കോളേജിൽ പോകാൻ പറ്റുമോ? കോളേജില്ല. ആ അല്ല, നീ വേറെ എവിടെ പോവാ? ഞാൻ നാളെ കഴിഞ്ഞ് പോവല്ലേ. അതിന് ഇന്ന് ബാക്കി വെക്കേണ്ട കാര്യം എന്തുവാ? അത് കഴിഞ്ഞ വട്ടം തലേന്ന് വെപ്രാളത്തിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ ഇവിടെ ആവും. അപ്പൊ പിന്നെ ഇപ്പഴങ്ങ് പാക്ക് ചെയ്ത് വെച്ചാ. മുത്ത അങ്ങനെ അടുത്ത് കള്ളം പറയരുത്. എന്താ ഇത്? എന്ത്? കോളേജിൽ തന്നെ പോവാനോ? അതൊന്നും അല്ല, ചുമ്മാ ഇരിക്കുന്നു. സത്യം അങ്ങനൊന്നും പറ്റത്തില്ല. കോളേജിൽ പോകാൻ എനിക്കറിയാം. ചെലപ്പോ നാളെ പോയെന്നും ഇരിക്കും. അതിന് നാളെ പോന്ന മറ്റന്നാളല്ലേ പോന്ന് പറഞ്ഞു. പിന്നെ നാളെ കൊണ്ടു നാളെ പോയപ്പോ എന്താ ഉച്ചയ്ക്ക് ശേഷം രാത്രി? അത് വേണ്ട. ഞാൻ വിളിച്ച് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴേ മാറിപ്പോയി. മനസ്സിലായി, കുഴപ്പമില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. നാളെ കാണാം പറ്റുവാണേ. നിങ്ങൾ റെഡിയായാ? പിന്നെ ഇന്ന് കൊറേ പരിപാടികൾ. അയ്യോ, ചോറും കറിയും റെഡി ആവണേ ഉള്ളൂ. ചോറ് ഞാൻ ഉച്ചയ്ക്ക് വരാം. എനിക്ക് രാവിലെ ഇതുകൊണ്ട് അത്യാവശ്യങ്ങൾ. വരൂല്ല ക്ലീറ്റോ. ഹലോ. നേരെ ഒന്ന് വെളുക്കട്ടെ സഹോദര. കോർപ്പറേഷൻ ഓഫീസ് തുറക്കട്ടെ. നിങ്ങളുടെ ആവശ്യത്തിന് പോകാനാണ് ഞാൻ രാവിലെ കാപ്പിയും കുടിക്കാതെ ഇറങ്ങുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്. ഓ ഞാനിന്ന് ശരിയാക്കി തരാം. ഞാനതേ ഓഫീസിലോട്ട് പോട്ട്. അതൊന്നും അറിഞ്ഞൂടാ. ഞാനവിടെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. കോർപ്പറേഷൻ ഓഫീസിൽ ഇരിക്കണത് എൻ്റെ അളിയനും മാമന്മാരും അല്ല. അപ്പോൾ അത് ഞാൻ പറയാം. അവിടെ പോയി എന്താ ചിലവെന്നുള്ളത് ഞാൻ പറയാം. ആളുകൾക്ക് പറഞ്ഞാലും മനസ്സിലാവാത്ത കുറേ. ഞാൻ വരും. ഞാനാണ്ട് കോർപ്പറേഷൻ ഓഫീസിൽ പോകണം, വാട്ടർ അതോറിറ്റി പോകണം, ഒരു പൈപ്പ് കണക്ഷനും. പിന്നെ നാളെ മുത്ത് എറണാകുളത്ത് പോകുന്നല്ലോ കോളേജിലോട്ട്. ഞാൻ കൊണ്ടുവിടട്ടെ? എന്തിനു? അല്ല, ഒറ്റയ്ക്ക് വിടണ്ട, ഞാനിവിടെ പോകാം. ഒറ്റയ്ക്കല്ല, അവളെ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടല്ലോ. അവളിപ്പോൾ വരാൻ പോവുകയൊക്കെ ചെയ്യുമല്ലോ തന്നെ. അല്ല, എനിക്കാണ് എറണാകുളത്ത് ഈ 1-2 സ്പെയർ നോക്കാൻ പോകണമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേണേ അത് സ്പെയർ നോക്കാനാണെങ്കിൽ നീ വർക്ക്ഷോപ്പ് സംബന്ധമായി അങ്ങനെ പോവാം. മുത്തിനെ കൊണ്ടുവിടാൻ പേരിൽ നീ പോകുമ്പോൾ എനിക്ക് അതിന് ഇരട്ടി പൈസ ചിലവാകും. അത് വേണ്ട മോനെ. അവളിപ്പോൾ സ്വയം പര്യാപ്തത കൈവരിച്ച് കഴിഞ്ഞ് അവൾക്ക് തനിയെ പോയി വരാനൊക്കെ അറിയാം. വെറുതെ നിനക്ക് ഒരു പണിയില്ല. എറണാകുളം സർക്കിട്ട് അടിക്കാൻ എറണാകുളത്ത് പുതിയ തട്ടുകടയെല്ലാം തുടങ്ങി. അച്ഛമ്മ അടുത്ത് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ശർമ്മു പറ. ശർമ്മു? അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് നമ്മളെ മറ്റേ ബാലൻ ചേട്ടൻ്റെ മോനെ മറ്റേ ഹക്കീമിൻ്റെ മോളെ ഒളിച്ചോടിയില്ലേ? അത് ഇപ്പോൾ കുടുംബക്കാർ തമ്മിൽ നല്ല ജോയിൻ്റായി. അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ ഉണ്ട്.
അതിൻ്റെ അഡ്വാൻസിൻ്റെ ഒരു ഇതാണ് ഞാൻ അതിൽ എഴുതി വെച്ചത്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യേ ശർമ്മു, നമ്മുടെ ഇവനുണ്ടല്ലോ സാജൻ കാറ്ററിങ്, സാജനെ വിളിച്ചിട്ട് 15-ാം തീയതി ഒരു 500 പേർക്കുള്ള ഫുഡിൻ്റെ ഇത് സെറ്റപ്പ് ഉണ്ടെന്നൊന്ന് പറഞ്ഞു വെച്ചേരാ. ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തോളാൻ പറ. ഐറ്റംസ് എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ പറയാം. ശരി ശരി, ഞാൻ ഇറങ്ങി. ഞാൻ മറ്റേ ബാഹുലേൻ്റെ ആവശ്യത്തിന് കോർപ്പറേഷനിൽ പോയിട്ട് വരുള്ളൂ. ശരി. ഓ അല്ല മച്ചമ്പി, ഈ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്ന ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ഒക്കെ വർക്ക് മച്ചമ്പി എടുക്കൂ? അത് ശരിയാണോ മച്ചമ്പി? ഇത്രയും വളർത്തി വലുതാക്കിയ തന്റെ നാളെ കളഞ്ഞിട്ട് ഒരു സുപ്രഭാത്തെ ഇറങ്ങി പോകുന്ന കല്യാണത്തിന് നമ്മൾ കൂട്ടിക്കാവോ? ഞാനൊരു ഓഫീസിൽ ഇട്ട് വാടകയും കൊടുത്തൊരു സ്റ്റാഫിനെയും വെച്ചൊക്കെയാണ്. ഇതുകൊണ്ടാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോണത്. അല്ല, എനിക്ക് നിന്നെ പോലെ ഒരു ചേട്ടനൊന്നുമില്ല ആ ചേട്ടന്റെ തണലിൽ ജീവിക്കാനായിട്ട്. ആ കാര്യം മറക്കണ്ട കേട്ടാ. തങ്ക ഞാൻ ഇറങ്ങിയ വരാം. അയ്യോ റൊണാൾഡോ, നീ പോയാ? നീ പോയോന്ന്? പോവല്ലേ? പലചരക്ക് സാധനം മേടിക്കാനുണ്ട്. അല്ല, ഇപ്പൊ എനിക്ക് പോകാൻ പറ്റത്തില്ല. എന്തിയെ? ഇപ്പൊ ഈ ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നീ ഒന്ന് പോയിട്ട് വന്നേ. അത്യാവശ്യമുള്ള കുറെ സാധനങ്ങളുണ്ട്. അരിപ്പൊടി എല്ലാം തീർന്നിരിക്കുക. ചെല്ല്. ചായ കുടിച്ചു കഴിഞ്ഞാ? ഇല്ല, കുടിക്കാം. മച്ചമ്പി എന്തൊരു വർത്താനം പറഞ്ഞേ. വേഗം വരണേ കടയിൽ പോയിട്ട്. നീ എന്ന് പറയുന്ന ഒരു പുരുഷൻ ഈ വീട്ടിട്ട് എന്ത് ഗുണമാടാ? നിനക്ക് കെട്ടിക്കാറായ ഒരു പെങ്ങളുള്ളേ? അതിന്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശ്രദ്ധ നിനക്കുണ്ടോ? ഉണ്ടോ? ഞാൻ ശ്രദ്ധ നോക്കാൻ ഡാഡി, അമ്മ, റൊണാൾഡോമാൻ, കനകമാമൻ, ലിംബുമാമി എല്ലാരും ഉണ്ടല്ലോ. എല്ലാവരും കൂട്ടത്തിൽ നീ ശ്രദ്ധ ചെലുത്തണം. ഇന്ന് പോലെ അങ്കിളോടുള്ള കടത്ത മതിയാക്ക്. ചേച്ചിയുടെ കൂടെ കിടന്നാ റൂമിൽ. അത് മതി, ചോദ്യങ്ങളൊന്നും വേണ്ട. കേട്ടല്ലോ? എല്ലാം കൊണ്ടുവച്ചു. മുത്തവിടെ മുത്തവിടെ ചക്ഷുസ്തേജോ മയം തസ്യ കൊറേ ആയാലും ഈ പേടിപ്പിക്കുന്നത്. പേടിപ്പിച്ചല്ല, ഈ ചൂടത്ത് ഇവിടെ നിന്ന് പഠിക്കേണ്ട കാര്യം എന്ത്? അകത്ത് ഭയങ്കര ചൂടായോണ്ട്. ഫാനുണ്ടല്ലോ, ഇവിടെ കാറ്റുണ്ടല്ലോ. ഇതിനേക്കാളും നല്ല കാറ്റില്ലേ നമ്മളെ മേലെ മുറ്റത്ത്? അവിടെ പോയിരുന്നൂടെ? അവിടെ പിള്ളേരെ കളിക്കാനല്ലേ ഭയങ്കര ബഹളം. എന്തിനാ അവരെ ഡിസ്റ്റർബ് ചെയ്യണോ? ഉരുളല്ലേ? ഇതിലും വലിയ ബഹളത്ത് ഈ തങ്കച്ചേട്ടത്തിന്റെ ആലപ്പുറക്കകത്ത് നീ ഇരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇത്ര ഈ ശ്ലോകം ഒന്നും അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഇത് കുറച്ച് മെന്റൽ പീസ് ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റൂ. എങ്കിൽ മക്കളുടെ റൂമിൽ പോയിരുന്നു പഠി. അവിടെ ചൂടെന്ന്. എന്ത് ചൂട്? ഒരു കാര്യം ചെയ്യും, അമ്മമ്മയുടെ പെഡസ്റ്റൽ ഫാനോട് എടുത്തോണ്ട് നിന്റെ റൂമിയൊക്കെ അപ്പൊ 2 ഫാനുണ്ട്, ഇഷ്ടം പോലെ കാറ്റ് കിട്ടും. അത്രയും കഷ്ടപ്പെടുന്നേക്കാട്ടി ഇവിടെ ഇരുന്ന് പഠിച്ചാ പോരെ. എന്തിപ്പോ അങ്കിളിന് ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇവിടുന്ന് പഠിക്കല്ല, അത്രേ ഉള്ളൂ. ശരി, പിന്നെ എനിക്ക് പഠിക്കണ്ടേ? അതാ വായി നോക്കുന്ന വണ്ടിയാണല്ലോ. ഇവരിത് എവിടെ പോന്നു? നീ എവിടെ പോന്നു? അല്ല, എന്നെ നോക്കും. അങ്ങോട്ട് വേറെ സ്ഥലത്ത് പോകണം, ജംഗ്ഷൻ വരെ പോകണം. ഞാൻ ജംഗ്ഷനിലോട്ടുണ്ട്. എവിടെ ജംഗ്ഷനിൽ നടന്നു പോ, മാറാ, ഞാൻ പോട്ടെ. അല്ല, ഞാൻ ഈ വണ്ടി എന്താണ് വരുന്നു. എവിടെ വരണം? ജംഗ്ഷനിലോട്ട് വരുന്നു. ഇതിലാ? ഇതിൽ 2 പേരെ കയറ്റാൻ പറ്റുന്നില്ല. നീ തമ്പി ചേട്ടനെ സുലിച്ചേച്ചയും കയറ്റി നീ ആറ്റുകാര്യങ്ങൾ 3 പേരും ഞാൻ കണ്ടാണല്ലോ. അത് ഞാനും വരുന്നു. ഇതിൽ കയറാൻ പറ്റില്ലെന്ന് വണ്ടിക്കകത്ത്. ചുമ്മാ ഇരണ, ചുമ്മാ ഇരടാ. എന്ത് ചെയ്യാ? പിടിച്ചിരിക്കും. നിനക്ക് നേരെ നോക്കിയല്ലേ വണ്ടി ഓടിക്കണ്ടേ? നേരെ നോക്കി ഓടി. നിനക്ക് റോഡ് കാണാമല്ലോ. വലിയ ശല്യമായിരുന്നു. ഇവിടെ നിർത്ത്. എവിടെ? നിങ്ങൾ ജംഗ്ഷനിൽ പറഞ്ഞില്ലേ? ഇല്ല. എന്ത്? എനിക്കിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് തോന്നി. ഇവിടെ ഇറങ്ങി. വയ്യാണ്, എനിക്ക് അറിഞ്ഞോടാ. വൈകുന്നേരമുണ്ട്. ഇത് ചെറിയ വയ്യൊന്നും ഇത്. കണ്ടുപിടിക്കും. പിന്നെ ആവശ്യമില്ല. എന്ത് കണ്ടുപിടിക്കുന്നു? പോകാനായിട്ട്. റൊണാൾഡോങ്കിലേ ഇപ്പൊ ബൈക്കിൽ കയറിയല്ലേ അങ്ങോട്ട് പോയത്? പിന്നെന്താ വീണ്ടും തിരിച്ചു പറഞ്ഞേ? എനിക്ക് അവിടെ വരെ ഒന്ന് പോണമെന്ന് തോന്നി, അവിടെ ചെന്നു, തിരിച്ചു വന്നു. അതിന് അവിടെ നിന്നല്ലേ ആദ്യം ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഒന്നുകൂടെ പോണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അങ്കിളിന് എന്ത് പറ്റി ആക്ച്വലി?
രണ്ടു ദിവസമായിട്ട് എന്തൊക്കെയോ അനാവശ്യം ചോദിക്കുന്നു പറയുന്നു, ആകെപ്പാട് എന്തൊക്കെയോ ഒരു പ്രശ്നം. എനിക്കൊന്നും പറ്റിയില്ല. അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാന്ന് വിചാരിച്ചാൽ മതി. ആ പഠിക്കാൻ വന്നിരുന്നില്ലേ? പഠിക്കുക. ഞാനല്ലേ ഇവിടുന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞത്. ഇവിടുന്ന് പഠിക്കാൻ പറ്റത്തില്ല, അകത്തിരുന്ന് പഠിക്കുക. ഇവിടുന്ന് പഠിക്കാല്ലേ? ആ ഇതെന്താ കടയിൽ പോയില്ലേ? കടയിൽ പോയി, പക്ഷെ കടയിൽ പോയിട്ട് സാധനം മേടിക്കാൻ പറ്റില്ല. അതിനെ സാധനം മേടിക്കാൻ പറ്റാഞ്ഞ്? അത് മഴ. മഴയാണെങ്കിൽ എന്താ സാധനം കിട്ടൂലേ? മഴ ഇപ്പഴാ. റൊണാൾഡോ, ഞാൻ നിന്നോട് പറഞ്ഞ അത്യാവശ്യം ഉള്ളതാണ്, വേഗം കൊണ്ട് തരണോന്ന് പറഞ്ഞല്ലേടാ. എനിക്ക് അതിനേക്കാളും വേറൊരു വലിയ കാര്യം അത്യാവശ്യം. എന്താ കാര്യമുള്ളത് നിനക്ക് അത്യാവശ്യം ഉള്ളത്? 4 നേരം കഴിക്കണ്ടേ? അത് അത്യാവശ്യമല്ലേ? ഞാൻ പിന്നെ മേടിച്ചോണ്ട് വരാം. നീ പിന്നെ മേടിക്കണ്ട, എനിക്കറിയാം നിന്റെയൊക്കെ കൈയും കാലും പിടിക്കുമ്പോഴാണ് ഭയങ്കര വെയിറ്റ്. തങ്കച്ചേട്ടൻ ഞാൻ ഒന്ന് വാട്ടാ കഴിക്കാൻ വേണ്ടി വാ, കൈയും കഴുകി വന്നിരിക്കുമ്പോ ഞാൻ നല്ലോണം തരാം. അപ്പൊ ഇപ്പൊ എവിടുന്നാ വന്നേ? ഞാൻ പൂരോകത്ത് നിൽക്ക പൊപ്പ വീണ്. എല്ലായ്പ്പോഴും ആർക്കും മണ്ണരാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇവിടുന്ന് പഠിക്കുമല്ലേ? ഇവിടുന്ന് പഠിച്ചു. അകത്തോട്ട് വരില്ലേ? ഭയങ്കര കാറ്റും ചൂടുവാണ്. ചിലപ്പോ വരും, മഴ പെയ്താ വരും. ലോക്ക് മാറ്റാൻ എങ്ങനെയായിരുന്നു? എന്തെന്ത് പരിപാടി? എന്ത് മുത്തച്ഛൻ പരിപാടി? അതെ, മുത്തുച്ചേച്ചി ഇന്നാളെ ഈ മാവിന്റെ മൂട്ടി വെച്ചേ അങ്കിളുടെ കുറെ ഫോട്ടോ എടുത്തു. അപ്പൊ അത് ഈ ഫോണിൽ കിടക്കാതെ എന്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യിക്കാൻ വേണ്ടിട്ടാ. ഇതിന്റെ ലോക്ക് മാറ്റുന്ന നമ്പർ നിനക്കറിയാവോ? എത്ര? 1122 22. ഇനി അതാണോ അതാ 2244 ആണോ? 2244 2244. ഇനി അതാണോ അതാ 55. നീ എവിടെങ്കിലും ഒന്ന് ഉറച്ചു ചെയ്യണ. കറക്റ്റ് അറിയാന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും 2233 അതടി. എന്താ ഇവിടെ? ഫോണല്ലേ അതെ, നമ്മളന്ന് മാവിന്റെ മൂട്ടി വെച്ചെടുത്ത ഫോട്ടോ ഇല്ലേ, അതൊന്ന് എനിക്ക് അയക്കാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ അയച്ചേക്കാം. അയച്ചില്ലല്ലേ? ഞാൻ മാറുന്നു, ഞാൻ അയച്ചിട്ട്. അല്ല, ഞാനപ്പോ അയച്ചേക്കാം. ഞാൻ ഇപ്പൊ അയച്ചുതരാം. അതൊന്ന് കാണട്ടെ. ഞാൻ അയച്ചുതരാം, ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ? ഇതല്ലേ? ഇത് അയച്ചേക്കാം. അയക്കണേ. ഓ, അത് എന്റെ അടുത്ത് ചോദിച്ചാ പോരെ? അല്ല, ഞാൻ മുത്തിന് തിരക്കിലാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വന്നിട്ട്. റൊണാൾഡോങ്ങളുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ തിരക്കാവും. അയച്ചിട്ടുണ്ടേ? അയച്ചിട്ടുണ്ടേ. ഓ, ഓപ്പൺ ആക്കിയടാ. അണ്ണയാണോ വിളിച്ചേ? ഞാനേ ഒരു സ്ഥലം വരെ അർജന്റായിട്ട് പോകാൻ വേണ്ടി നിൽക്കും. എന്താണ് വിളിച്ചേ? അവിടുന്ന് ഇവിടെ വരെ നിന്നെ തിരക്ക് വരണമെങ്കിൽ എനിക്ക് നിന്നോട് കാര്യഗൗരവമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കുമല്ലോ. എന്റെ വീടാണ്. എന്റെ വീടാ. ഇതില് ചിക്കിലുള്ള വീട്ടിലെ പൈമാരുടെ കമ്പനി ഉണ്ടാ? ചിക്കിലി അറിയോ? ഏത് ചിക്കിലി? ചിക്കിലിയുടെ വീടാന്ന് പറഞ്ഞു. എന്റെ പട്ടിയുടെ പേരാ ചിക്കിലി. അത് വിട്. നീയും പറക്കില്ലല്ലോ ആയിട്ട് എത്ര വർഷത്തെ പരിചയം? അത് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. എന്തേ? കളിക്കൂട്ടുകാരാണ്. അവന്റെ രഹസ്യങ്ങളെല്ലാം നിനക്കറിയാം. ഒരു വിധം തേടി വിളി കാലെ ചുറ്റി. താങ്ക് യു. ഈ പറഞ്ഞ പറക്കില്ലല്ലുവിന് ലൈം വല്ലതും ഉണ്ടോ? അതൊക്കെ എന്തിനാ ചേട്ടാ അന്വേഷിക്കുന്നത്? അത് വിട്, ചോദിച്ചതിന് മറുപടി വേണം. ലൈം വല്ലതും ഉണ്ടോ? അതറിയത്തില്ല. അറിയത്തില്ലെന്നോ? നീ പറയാൻ പോകുന്ന നുണയാണെന്ന് നിന്റെ കണ്ണിന്റെ ഇമവെട്ടൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായല്ലോ. അതങ്ങനെ മനസ്സിലായി. പിന്നെ നീ എന്തിനാണ് അവന്റെ ഒരു കാര്യം അറിയാതെ മനസാക്ഷി സൂക്ഷിപ്പാറ്റാന്ന് പറഞ്ഞ നടക്കുന്നത്? എനിക്ക് വേറെ പറഞ്ഞൂടാ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്താണ് പേര്? വിവേക് ദാസ്. അവനൊരു ആണിനെയാടാ പ്രേമിക്കുന്നത്? ആണോ? പിന്നെ വിവേക് ദാസ് എന്ന് പറഞ്ഞു? അതെന്റെ പേരാ. നിന്റെ പേര് ആര് ചോദിച്ചു? പിന്നെ അവൻ ഫോണിൽ സംസാരിക്കുന്ന പെണ്ണിന്റെ പേരെന്ത്? അതറിയത്തില്ല.
പിന്നെ നീ അവൻ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതോ? സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ചക്കരെ പൊന്നെ വാവേ അങ്ങനെയൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. മുത്തെന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? മൂത്തേന്ന് വിളിച്ചിട്ടില്ല. ചക്കരെ വാവേ അങ്ങനെയൊക്കെ. ഈ പെങ്കൊച്ചിന്റെ സ്ഥലം ഇവിടാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ? അതറിയത്തില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എറണാകുളത്ത് പോകുന്നു. യെസ്, എറണാകുളത്ത് പോകാറുണ്ട്. അതെ. എന്തിനെന്നാ പറയുന്നേ? അതൊന്നും പറയാറില്ല. അതൊക്കെ നമ്മൾ ചോദിക്കണല്ലോ, ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ. ഞാൻ പോകട്ടെ. നിനക്ക് ലൈനുണ്ടോ? നിനക്ക് ലൈനുണ്ടോ? എനിക്ക് ഉണ്ട്. എന്താ പേര്? സ്നേഹം കൂടുമ്പോ പൊന്നു വാവേ ചക്കര എന്നൊക്കെ വിളിക്കും. നിങ്ങൾ ഈ ഓഞ്ഞ കാമന്മാര് മൊത്തം പെണ്ണുങ്ങളെ പൊന്നു വാവേ ചക്കര, വേറെ പേരൊന്നും ഇല്ലാതെ വിളിക്കുക. സ്നേഹം കൊണ്ടല്ലേ ഏട്ടാ, സ്നേഹമാണല്ലോ എല്ലാം. ഞാൻ പോകട്ടെ. അപ്പൊ അവനൊരു ലൈനുണ്ട്, അവൻ അതിനോട് ഫോണിൽ സംസാരിക്കാറുണ്ട്, അവൻ ഇതിന്റെ ആവശ്യമായിട്ട് എറണാകുളത്ത് പോവാറുണ്ടല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. അതെ. പിന്നെ ഞാൻ ഇവിടെ വന്ന് അവനെ കുറിച്ച് ഇങ്ങനെ തിരക്കിയതായിട്ട് തൽക്കാലം അവൻ അറിയണ്ട. ഞാനിത് അവനെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞതും അവ അറിയണ്ട. എന്റെ പേരെന്താന്ന് പറഞ്ഞേ? വിവേക് ദാസ്. ഇതൊക്കെ ഒരു പേരാടാ. അത്രയ്ക്ക് ബോറ് പേരായത്. അല്ലല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കാര്യം ഓൾറെഡി സെറ്റിൽ ചെയ്ത കാര്യമാണല്ലോ. പിന്നെന്താ പറ്റിയത്? ആ ആ ആ ഓ, സാർ വിളിച്ചിരുന്നോ? എന്നൊരു കാര്യം ചെയ്താൽ മതി. ഞാൻ വന്നിട്ട് വിട്ടാൽ മതി. ശരി. എനിക്ക് ചില നിയമപരമായ ചില സംശയങ്ങളുണ്ട്. മച്ചമ്പേന് വ്യക്തമായ ഒരു അതിന്റെ ഇത് പറഞ്ഞു തരണം, ഉപദേശങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് നിന്റെ ഏതെങ്കിലും കൂട്ടുകാരൻ ട്രിപ്ലെറ്റ്സ് അടിച്ചു പോയോ? പിന്നെ നമ്മുടെ ഈ കുടുംബത്തിലൊക്കെ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾക്ക് മുന്നോടിയായിട്ട് നമ്മൾ ചില തടകൾ ഇടുമല്ലോ, അങ്ങനെ ഒരു സംഭവം. എന്താണ് കാര്യം? പറ. ഒരു ചെറുക്കനും പെൺകുട്ടിയും കൂടെ ഒളിച്ചോടിയെന്ന് വെച്ചു. അപ്പം അവര് നമ്മള് വീട്ടുകാർ കാണാതെ പോകുമ്പോ കേസ് കൊടുക്കുമല്ലോ. കേസ് കൊടുത്തപ്പോ അവരെവിടെ ഉണ്ടെന്ന് അറിഞ്ഞങ്ങനെ പോലീസ് പിടിച്ചോണ്ട് വന്നു. അങ്ങനെ പിടിച്ചോണ്ട് വന്നാൽ അവരെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ പെൺകുട്ടിയും ചെറുക്കനും പ്രായപൂർത്തിയായവരാണോ? പ്രായപൂർത്തിയായി. പ്രായപൂർത്തിയായവർക്ക് അവരുടെ ഇഷ്ടംപോലെ ജീവിച്ചൂടെ നാട്ടില്? അല്ല, അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? വളർത്തി വലുതാക്ക അച്ഛനെ അമ്മയൊക്കെ വിട്ട് ഒരു സുപ്രാത്തി ഒരുത്തനും കൂടെ ഇറങ്ങിപ്പോയി അങ്ങനെ ജീവിക്കാൻ പറ്റും? അത് ശരി. ആ മക്കളല്ലേ തീരുമാനിക്കേണ്ടത്. എടാ, നമ്മള് എല്ലാവരും ഇതുപോലെ തന്നെയാണ്, പ്രതീക്ഷയോടെ തന്നെയാണ് മക്കളെ വളർത്തുന്നത്. പക്ഷെ ഇപ്പൊ രാവിലെ പത്രം എടുത്ത് നോക്കിയാലോ, നീ ആ സ്റ്റേഷനിൽ വന്ന് നോക്ക്, എന്തെല്ലാം കേസിലാണ് വന്ന് കിടക്കുന്നത്. കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾക്ക് അച്ഛനും അമ്മയും വേണ്ട, അവരെ കൺമുന്നിൽ കൂടെയാണ് ഇറങ്ങി പോകുന്നത്. കാരണം എന്താണ്? അവർക്ക് പ്രായപൂർത്തിയായി. അല്ല, ഉദാഹരണത്തിന് മുത്താണ് ഒരു പയ്യന്റെ കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയെങ്കിൽ. എന്തുദാഹരണം? അതിന് മുത്തിനെ പറഞ്ഞതിന് ഉദാഹരണത്തിന് മുത്തൊരു പയ്യന്റെ കൂടെ ഒരു രാത്രി ഒളിച്ചോടി, നമ്മൾ അറിയുന്നു എവിടെ ഉണ്ടെന്ന് അറിയുന്നു. നീ എന്തിനാ അങ്ങോട്ടൊക്കെ പോകണം? എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊച്ചിനെ പറ്റി പറയണത്? അവള് കൊച്ചല്ലാടാ. അല്ല, മുത്തങ്ങനെ ചെയ്യുന്നല്ല. പിന്നെന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത്? ഉദാഹരണത്തിന് പോലും അവളെ പേരെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ നമ്മൾ അങ്ങനെ നടത്തുന്നത്. ഇവിടുത്തെ ഇല്ലായ്മകളും വല്ലായ്മകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്നേഹം കൊടുത്ത് വളർത്തുന്നവരല്ലേ, അവരങ്ങനെ ചെയ്യില്ല. അപ്പൊ ഉദാഹരണം വേണ്ട, ഒരു പുല്ലും വേണ്ട. മേലില് ഇത്തരം ഉദാഹരണം പറഞ്ഞ് ഈ വീട്ടിലാരോടെങ്കിലുമോ നാട്ടിലോ ഈ സംസാരം ഉണ്ടാക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? ഹലോ. ഇല്ല, ഇറങ്ങിട്ടില്ല. ആ